ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിഫ മജീഷ്യൻ മലയാളം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് 10K ലാലിഗ പിക്സ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇന്ന് 8 ലാലിഗ പിക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വേർത്താണോ ലോസ് ആണോ എന്ന് നോക്കാം. പലർക്കും നല്ല ഹൈ ഓവർ റേറ്റഡ് പ്ലേയേഴ്സിനെ കിട്ടുന്നുണ്ട്. നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം. ലാലിഗ 10K പിക് ഓപ്പൺ ആക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. പ്ലേയേഴ്സിൻ്റെ വാല്യൂ ഇടിഞ്ഞിട്ടുണ്ട്. 103 റേറ്റഡ് പ്ലേയേഴ്സിൻ്റെ അടക്കം വാല്യൂ കുറഞ്ഞു. നിങ്ങൾക്ക് 103 റേറ്റഡ് ട്രേഡബിൾ പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ സെൽ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് ലാലിഗ പിക്സ് പോയതിനു ശേഷം സെൽ ചെയ്യുന്നതാണ്. അപ്പോൾ വാല്യൂ കൂടാൻ ഒരു ചാൻസ് ഉണ്ട്. സോ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് പിക്ക് ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും ലക്ക് ഇതിലുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് പിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് 105 റേറ്റഡ് കമ്പനീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് CBന് ഇപ്പോൾ ആവശ്യമില്ല. എൻ്റെ അടുത്ത് എന്തായാലും 105 റേറ്റഡ് CB ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രേഡബിൾ എടുക്കാം. ട്രേഡബിൾ എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എടുക്കാം. 105 റേറ്റഡ് കമ്പനീനെ കിട്ടിയിട്ട് ഇപ്പോൾ ആവശ്യമൊന്നുമില്ല. എക്സ്ചേഞ്ച് നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും സെക്കൻഡ് പിക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് പിക്ക് 102 റേറ്റഡ് പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പിക്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും 103 റേറ്റഡ് കേവാറിനെ കിട്ടിയിട്ടുണ്ട്. 103 റേറ്റഡ് വന്നിട്ടുണ്ട്. പക്ഷേ ലാലിഗ കാർഡ് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ബലൻഡിയർ കാർഡ് എടുക്കുന്നതാണ്. ലാലിഗ കാർഡിൻ്റെ എല്ലാം വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പിക്ക് ഓപ്പൺ ചെയ്യാം. ഈ പിക്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഞാൻ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെ അക്കൗണ്ട് റിവ്യൂ ചെയ്യണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. സോ ഗൈസ്, ഈ പിക്കിൽ 102 റേറ്റഡ് കാർഡ് മാത്രമേ കിട്ടിയുള്ളൂ. 102 കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. 102 വാല്യൂ നല്ലോണം കുറച്ചിട്ടുണ്ട്. 20 മില്യൺ അങ്ങനെ സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പിക്ക് ഓപ്പൺ ചെയ്യാം. ട്രേഡബിൾ കാർഡ്സ് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഗൈസ്. ഹയസ്റ്റ് ട്രേഡബിൾ കാർഡ് 103 ആണ്. ട്രേഡബിൾ അല്ലാത്ത കാർഡ് കിട്ടുന്നതാണ് ലാഭം. സോ ഗൈസ്, ഇതിൽ 102 റേറ്റഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ പിക്ക് ഇപ്പോൾ ലോസാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പിക്ക് ലോസാണ്. നിങ്ങളുടെ ലക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത പിക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഇതില്ലെങ്കിൽ ഭാഗ്യം കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 102 റേറ്റഡ് ബെർണാഡോ സിൽവ കിട്ടിയിട്ടുണ്ട്. ബെർണാഡോ സിൽവ പിന്നെയും പ്രശ്നമില്ല, 60 മില്യൺ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പിക്ക് ഓപ്പൺ ചെയ്യാം. ലാലിഗ പിക്സിൽ വെറും 102 റേറ്റഡ് കാർഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. 102 റേറ്റഡ് കാർഡ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അറൗണ്ട് 220 മില്യൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പിക്ക് നമുക്ക് 102 മാത്രമേ കിട്ടിയുള്ളൂ. 102 എടുത്തിട്ട് കാര്യമില്ല, വിറ്റ് പോകുന്നും കൂടിയില്ല. വെറും 20 മില്യനേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, എനിക്ക് ഇത് ലോസാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷ വിടുന്നില്ല. അടുത്ത പാക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനെങ്കിലും ഒരു നല്ല പ്ലെയറിനെ കിട്ടിയാൽ മതി. ഒരു 104 റേറ്റഡ് പ്ലെയർ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനമായിരുന്നു. എന്തായാലും ഓപ്പൺ ചെയ്യാം. ഗൈസ്, നമ്മുടെ പ്രതീക്ഷ വിടേണ്ട അവസ്ഥയാണ്. 10K പിക്കിന് വെറും 100 റേറ്റഡ് പ്ലെയറാണ് കിട്ടിയിട്ടുള്ളത്. 100 റേറ്റഡ് പ്ലെയറിനെ കിട്ടിയൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും അടുത്ത പിക്ക് ഓപ്പൺ ചെയ്യാം. ഇതിലെന്തായാലും നല്ല റേറ്റഡ് പ്ലെയേഴ്സിലുണ്ട്. റാഫീനുണ്ട്, ഗ്രീസ്മാൻ ഉണ്ട്, നല്ല നല്ല പ്ലെയേഴ്സിലുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടില്ല. നമുക്ക് ഈ പ്ലെയേഴ്സൊന്നും കിട്ടില്ല. എന്തായാലും ഓപ്പൺ ചെയ്യാം. നമുക്ക് എന്തായാലും 102 റേറ്റഡ് പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. 102 റേറ്ററിന് വെറും 20 മില്യണേ ഉള്ളൂ. കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്കൊരു 4000 പിക്കും കൂടി ഓപ്പൺ ചെയ്യാം. പിന്നെ ഗൈസ്, ഞാനൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. FC മൊബൈലിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള FC മൊബൈൽ റിലേറ്റഡ് കണ്ടന്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.